നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന ആ സിംഗിൾ കോട്ടേജിൻ്റെ നേരെ താഴെയാണ് രണ്ടാമത്തെ കോട്ടേജും വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു മൗണ്ടൈൻ വ്യൂ തന്നെയാണ്. ഈ ഒരു സിംഗിൾ കോട്ടേജിനും ഫ്രണ്ടിൽ ഒരു ചെറിയൊരു വരാന്ത വരുന്നുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ 2 ചെയറൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഇവിടുത്തെ റൂമിൻ്റെ സ്ട്രക്ചർ ആദ്യം കണ്ടിരിക്കുന്ന റൂമിൽ നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിനി ടേബിളും കൊടുത്തിരിക്കുന്നത് കാണാം. അതിനടുത്തായിട്ട് തന്നെ ടീ സപ്ലൈസും ഇലക്ട്രിക് കെറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൊടുത്തിരിക്കുന്നത് കാണാം. സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ടെലിവിഷൻ കൊടുത്തിരിക്കുന്നതും കാണാൻ പറ്റും. അതിനടിയിലായിട്ട് തന്നെ ചാർജിങ് പോയിന്റും അവർ കൊടുത്തിട്ടുണ്ട്. ബെഡൊക്കെ വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂമിലെ ഫർണിച്ചേഴ്സൊക്കെ വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ടും കീപ്പിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് വളരെ പ്രോപ്പറാണ്. ബെഡിനടുത്തായിട്ട് തന്നെ ഷെൽഫ് കൊടുത്തിരിക്കുന്നത് കാണാം. ലഗേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ സൂക്ഷിച്ച് വെക്കാം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മിറർ സ്റ്റാൻഡും അവിടെ ഇരിക്കാനുള്ള ഒരു ചെയറും കൊടുത്തിട്ടുണ്ട്. ബെഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് വിൻഡോയിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. ബാത്റൂം ആദ്യം കണ്ടിരിക്കുന്ന സിംഗിൾ കോട്ടേജിൽ കൊടുത്തതുപോലെ തന്നെയുള്ള ബാത്റൂമാണ്. ആവശ്യത്തിനുള്ള സ്പേസും അതേപോലെ തന്നെ മിറർ സ്റ്റാൻഡ്, വാഷ് ബേസ്, ടോയ്ലറ്ററീസ് എല്ലാ കാര്യങ്ങളും അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ വാട്ടർ ഹീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്കതും യൂസ് ചെയ്യാവുന്നതാണ്.